അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ കലാം പഠിക്കുന്നതിനായി നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അള്ളാഹുവിന് നാം മതിയായി ശുക്ർ അർപ്പിക്കുക, ഹംദ് അർപ്പിക്കുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് ഇത് നിരന്തരമായി കൊണ്ടു നടത്താൻ കഴിയുകയില്ല. തുടർച്ചയായി നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാനുള്ള ഒരുപാട് വകകളുണ്ട്. കോവിഡും അതുമായി ബന്ധപ്പെട്ട പല സംഗതികളും പല സാങ്കേതിക വിദ്യകളും ഒക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ മലയാളി സമൂഹത്തിന് ഓൺലൈൻ പഠന മാധ്യമം പരിചയപ്പെടുത്തിയത് നാമാണ് എന്ന് പറയേണ്ടി വരും. അതുവരെ നാമമാത്രമായ ചില സർക്കാർ സംവിധാനങ്ങളോ അതുപോലെ അപൂർവമായ ചില സംഗതികൾ മാത്രമാണ് ഓൺലൈൻ പഠന പദ്ധതിയായി മലയാളി സമൂഹത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നാം ഇത് സംവിധാനം കൊണ്ടുവരികയും അതിന്റെ ചുവട് പിടിച്ച ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിൽ നിലവിൽ വന്നെങ്കിലും ഒരു പഠന പദ്ധതി, ഖുർആൻ മനസ്സിലാക്കാൻ പരിശീലനം നൽകുന്ന, ഖുർആൻ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അത് എത്രത്തോളം പ്രായോഗികമായി ജനശ്രദ്ധ ആകർഷിക്കുമാറ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു എന്നത് മറ്റൊരു കാര്യം. ഇനിയും നമ്മൾ അതിൽ ഒരുപാട് മേഖലകൾ താണ്ടേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലവിൽ വരുന്നതോടുകൂടി അതിൽ പല മാറ്റങ്ങളും ഉണ്ടാകും എന്നത് നമുക്കിപ്പോൾ പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ ഓഫർ ചെയ്യുക. നമ്മൾ സൂറത്ത് നിസാഇന്റെ പരീക്ഷ പേപ്പർ ഇന്ന് മുതലാണ് കിട്ടിത്തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാൻ തുടങ്ങിയില്ല. എന്തായാലും ഒരുപാട് പേര് സൂറത്ത് നിസാഇന്റെ പരീക്ഷ എഴുതി. അതിലുമധികം പേര് ഇതിൽ ചേർന്നിട്ടുണ്ട്, അൽമാഇദ പഠിക്കാൻ ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, നമ്മളെ നിബന്ധന വെച്ചിട്ടില്ല നിസാ പാസ്സാകണം എന്ന്. നമ്മളെ ഫൈനൽ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് എങ്കിലും നമ്മൾ അതിനുശേഷം അൽ ബഖറ, ആൽ ഇമ്രാൻ, നിസാ ഭാഗങ്ങളിലൊക്കെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്മൃതിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് എങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതൊന്നും. മറ്റൊരു സംഗതി, അൽമാഇദ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഇനിയും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഏത് മേഖലയിൽ ചെന്നാലും നമുക്ക് അങ്ങനെ ആയിരിക്കും തോന്നുക. നമ്മൾ +2 പഠിക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ഗ്രാജുവേഷൻ വരുമ്പോൾ കൊമേഴ്സ് പഠിക്കുന്നയാള് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. അതേ തന്നെയാണ് വിശദമായി പഠിക്കുമ്പോൾ ഗ്രാജുവേഷനും വരുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷനും വരുന്നത്. ഓരോ തലത്തിൽ നിൽക്കുമ്പോഴും അവർ പിന്നെയും ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. PG കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കി ഒരു കമ്പനിയിലേക്ക് കടക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് തികച്ചും 64 പേജുകൾക്കുള്ളിലുള്ള ഒരു സംഗതിയാണ്. ഇവിടെ സൂറത്തുൽ മാഇദയിൽ റയർ പദങ്ങൾ, അപൂർവമായി വരുന്ന പദങ്ങൾ പലതും ഇവിടെ ആദ്യ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ പ്രയാസങ്ങൾ
കുറഞ്ഞു വരും. ഇത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أوفوا بالعقود أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقودة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن يضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. إن شاء الله സമയം അനുവദിക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ ഔഫൂ ബിൽ ഉഖൂദ്, നമ്മൾ ഔഫ യൂഫി പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പൂർത്തീകരിച്ചു പഠിച്ചിട്ടുണ്ട്. അതെ, അക്കത് പഠിച്ചിട്ടുണ്ട്. ശരി, ഞാൻ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അക്കത് കൊടുത്തു. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ വാക്കുകളും പുതിയതാണ് എന്ന് വിചാരിക്കണ്ട. പഴയ വാക്കുകൾ പിന്നെ ആരെങ്കിലും ചോദിച്ചേക്കാമോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വീണ്ടും കൊടുത്തേക്കും. അപ്പോ ഔഫ യൂഫിയുടെ കൽപ്പനയാണ് ഔഫി. ഔഫി അതിന്റെ ബഹുവചനമാണ് ഔഫു. ഔഫയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ആണ് ബി. എന്ത് പൂർത്തിയാക്കണം? അക്കത് പൂർത്തിയാക്കണം. അപ്പൊ അവിടെ കൊണ്ട് എന്നുള്ള അർത്ഥമല്ല വരിക. ഔഫു ബിൽ ഉഖൂദ്, അക്കതുകൾ, ഉഖൂദ്, അക്കതുകൾ പൂർത്തീകരിക്കുക. അക്കത് ഉഖൂദ്, അക്കദിന്റെ ബഹുവചനമാണ് ഉഖൂദ്. ഉഖദത്തിന്റെ ബഹുവചനമാണ് ഉഖദ്. ഉഖദത്ത്, ഉഖദ് രണ്ടും പരസ്പര പൂരകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കെട്ട്, ബന്ധം, ബന്ധനം എന്ന അടിസ്ഥാനത്തിലാണ് കരാറും വരുന്നത്. അപ്പോ ഇവിടെ ഇതിന്റെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് പറയുന്ന സന്ദർഭത്തിൽ മദീന എന്നത് ഒരു സ്റ്റേറ്റ്, ഒരു എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ ഒരു സംവിധാനമായി, എല്ലാ സംഗതികളും അടങ്ങിയ ഒരു സമഗ്രമായ ഒരു സംവിധാനമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയുടെയൊക്കെ ശേഷമാണ് ഇത് അവതരിക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചോളം ഒന്നും പേടിക്കാനില്ലാത്ത ഒരു അവസ്ഥയായി, പരിസരവാസികളെ ഒന്നും പേടിക്കാനില്ലാത്ത അവസ്ഥയായി. അതോടൊപ്പം ഇസ്ലാം എന്താണ് എന്നൊരു സമഗ്രമായ വീക്ഷണം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലുള്ള ഒരു സംവിധാനം, അത് മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു. മറ്റ് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെയും ഇസ്ലാമിക സംവിധാനത്തിന് കീഴിൽ
കപ്പം കൊടുക്കുന്ന അവസ്ഥ സംവിധാനം, അതായത് കരം അവർ ഇസ്ലാമിക് സ്റ്റേറ്റിന് കരമടയ്ക്കുന്ന അവസ്ഥ സംജാതമായി. അപ്പോൾ ഒരു സമ്പൂർണവും സമഗ്രവുമായ ഒരു സമൂഹമായി അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വിശ്വാസികളോട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. ഇനിയും നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു ഉത്തമ സമൂഹം നിലവിൽ വന്നു അവരോട് പറയുന്നതാണ് എന്ന അടിസ്ഥാനം നമ്മൾ വിശാലമായി പറയാം. അപ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ പ്രഥമ ലക്ഷണമായി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി കാണേണ്ടതാണ് അവർ കരാർ പൂർത്തീകരിക്കുന്നവരാണ്. ഒരു അധ്യായം, ദീർഘമായ ഒരു അധ്യായം തുടങ്ങുന്നത് ഈ ഒരു പ്രസ്താവന കൊണ്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അതിന്റെ പ്രാധാന്യം എന്താ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആം. അപ്പൊ നമ്മൾ ഹറാമായ വസ്തുക്കളെ കുറിച്ച് അൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, ഒഹില്ലത്തിലക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അഹല്ല അനുവദിച്ചു. ബഹീമത്തുൽ അൻആം, ബഹീമത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ മിണ്ടാപ്രാണി എന്ന് പറയാം. മിണ്ടാപ്രാണികൾ. മിണ്ടാത്തതുകൊണ്ടാണ് അതിന് ബഹീമത്ത് എന്ന് വാക്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. മുബഹം എന്നൊക്കെ പറഞ്ഞാൽ ഗോപ്യമായത്, മറഞ്ഞത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രകടമല്ലാത്തത്. അതേപോലെ പ്രകടിപ്പിക്കാൻ പറ്റാത്തത്, സംസാരിക്കാത്തത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ബഹീമത്ത്. അൻആമും, അൻആം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അൻആം പഠിച്ചെന്നു പറഞ്ഞു. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നഅമാണ് അതിന്റെ ഏകവചനം. നഅമുൻ, നഅം എന്ന് മീമിന് സുക്കൂൻ ഇട്ടാൽ ഖാലു നഅം എന്ന് പറഞ്ഞാൽ അതേ എന്നർത്ഥമാണ്. അതേസമയം നഅമുൻ എന്നതാണ് ഇതിന്റെ അൻആമിന്റെ ഏകവചനം. കാലി, ആട്, മാട്, ഒട്ടകം അതിന്റെ വർഗത്തിന് പറയുന്ന പേരാണ് അൻആം. കന്നുകാലികൾ നമ്മൾ പറയും ചെയ്ത് ഈ കാറ്റഗറിയാണ് അതിൽ ഉൾപ്പെട്ടത്. നേരത്തെ പറഞ്ഞതോ നാൽക്കാലികൾ എന്ന അർത്ഥത്തിൽ വരും ബഹീമത്ത് അൻആം. ഇല്ലാമായി, അപ്പൊ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാമായുത്ല, എക്സെപ്റ്റ് ദിസ്, ഇനി പറയുന്നത് ഒഴികെ. യുത്ലയുടെ മാളി മഅറൂഫ് എന്താണ്? മാളി മഅറൂഫ്. മജ്ഹൂലിന്റെ ഓപ്പോസിറ്റ് ആണ് മഅറൂഫ്. തുലിയ. തുലിയ അല്ല, മാളി മഅറൂഫ്. തലായാണ്. തലായുടെ മജ്ഹൂലാണ് തുലിയ. തുലിയത്ത് അലൈഹിം ആയാതുഹു, അതിനെയാണ് യത്തിലു. തലാ യത്തിലു. യത്തിലുവിന്റെ മജ്ഹൂലാണ് യുത്തില. യത്തിലു എന്ന് പറയുമ്പോൾ മഅറൂഫ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്തത്. കർമ്മണി പ്രയോഗം. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ടെക്നിക്കൽ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, മഅറൂഫും മജ്ഹൂലും. കാരണം കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ അറബിക്ക് സ്യൂട്ടബിൾ അല്ല. അറബിക്ക് പറയുമ്പോൾ മഅറൂഫ് കർത്താവ് അറിയപ്പെടുന്നത്, മജ്ഹൂൽ കർത്താവ് അറിയപ്പെടാം. അപ്പൊ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടത് കേൾപ്പിക്കപ്പെടുന്നത് ഒഴികെ. ഇല്ലാമ യുത്ല അലൈക്കും സയുത്തില എന്നാണ്, സമയോഭാവിയിൽ തന്നെ പറയാൻ പോകുന്നത് ഒഴികെ എന്നാണ്. അതാണ് അടുത്ത പേജ് പറയുന്നത്. ഗൈറ മുഹല്ലി സ്വൈദി. അപ്പം ഗൈറ മുഹല്ല്, അഹല്ലയുടെ കർത്താവിന്റെ രൂപമാണ് എന്ത്? മുഹല്ലുൻ. അഹല്ല അനുവദിച്ചു, മുഹല്ലുൻ അനുവദിക്കുന്നവൻ. മുഹല്ല് അതിനെന്ത് ചെയ്തിട്ടുണ്ട്? യാ ഇട്ടിട്ടുണ്ട്. എന്തിനാ യാ ഇട്ടിരിക്കുന്നത്? മുഹല്ലീൻ എന്നാണ്. മുഹല്ലീൻ. ഗൈറ ഒന്നുകൊണ്ട് എന്ത് ചെയ്യണം? മുഹല്ലൂൻ എന്നതിന്റെ ഈനാക്കണം, കസ്ർ കൊടുക്കണം.
മുഹല്ലീൻ. മുഹല്ലീൻ എന്ത് ചെയ്തിരിക്കുന്നു? സൈദിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? നൂന് പോയി. ഇളാഫത്ത് ചെയ്യുമ്പോൾ ഊനയ്യനയുടെ നൂന് പോകും. വേറെ മുഹല്ലി സ്വൈദി. അപ്പൊ സ്വൈദിന് അനുവദിക്കാത്തവരായ നിലയിൽ വേറെ മുഹല്ലി അനുവദിക്കുന്നവരല്ലാത്ത അസ്വൈദി, സയ്യിദ് സാദ യസീദു സയ്യിദ് വേട്ടയാടൽ, സയ്യിദ് സയ്യിദുൽ ബറും ബഹറും ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പറയും. അപ്പൊ സയ്യിദുൽ ബഹർ ആകുമ്പോഴത്തേക്ക് മീൻ പിടിക്കല്, സയ്യിദുൽ ബർ ആകുമ്പോ വേട്ടയാടല്. കരയിലെ വേട്ടയാടലും കടലിലെ വേട്ടയാടലും വേറെ തന്നെ പറയുന്നു. എന്തായാലും ഗൈറ മഹല്യ സ്വൈദി വേട്ടയാടുന്നതിനെ അനുവദിക്കാത്തവരായ നിലയിൽ വ അൻതും ഹുറും, നിങ്ങൾ ഇതായിരിക്കെ ഇഹ്റാമിലായിരിക്കെ. യഥാർത്ഥത്തിൽ ഇഹ്റാമിന് പറയുന്ന പേര് അഹ്റമ, അല്ലെങ്കിൽ പദം അഹ്റമ എന്നതാണ്. ഇഹ്റാം ചെയ്തു, അഹ്റമ. അപ്പൊ ഇഹ്റാം ചെയ്തവൻ എന്ന നിലയ്ക്ക് മുഹരിം ആണ് വരേണ്ടത്. അതല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹരീമുൻ എന്ന പദം. ഹരീമുൻ, ഇഹ്റാം ചെയ്തവൻ എന്ന പദം ഹരീം. ഹരീമിന് ഇഹ്റാം ചെയ്തവന് ഹരീം എന്ന പദം ഉപയോഗിക്കും. അതിന്റെ ബഹുവചനമാണ് ഹുറും. വ അൻതും ഹുറുമുൻ, നിങ്ങൾ ഇഹ്റാം ചെയ്തവരായ നിലയിൽ, വാവുൽ ഹാൽ, ഇഹ്റാം ചെയ്തവരായ നിലയിൽ നിങ്ങൾ സ്വൈദിന് അനുവദിക്കാത്തവരായ നിലയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഹ്റാം ചെയ്തവരായിരിക്കെ വേട്ടയാടാൻ പാടില്ല എന്ന കാര്യമാണ്. നിങ്ങൾ അവിടെ ഒരു ഭക്തിപൂർണമായ ആരാധനയിലായിരിക്കും ആ സന്ദർഭത്തിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഔഫൂ ബിൽ ഉഖൂദ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നീട് സ്വയ്ദ് പാടില്ല എന്നും പറഞ്ഞു. അതേപോലെ നിങ്ങൾക്ക് ഹലാലാക്കിയ കാര്യങ്ങളെ കുറിച്ചും ഹലാലാക്കിയിട്ടുണ്ട്, ഇനി പറയുന്നത് ഒഴികെ ബാക്കി ഹലാലാണ്. അപ്പൊ വിലക്കുകളല്ല, മറിച്ച് അനുവദനീയമാണ് മെയിൻ പോയിന്റ്. അതിൽ കുറച്ചാണ് ചെയ്തിരിക്കുന്നത് വിലക്ക്. ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, എന്ത് ചെയ്യല്ല, കുടുസാക്കുകയല്ല, മറിച്ച് എന്താണ്, എല്ലാം വിശാലമാക്കുകയാണ്. അത് ഏത് മേഖല എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാം വിശാലമാക്കുകയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ചില സംഗതികൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ദേഹേച്ഛ നമ്മളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില സംഗതികൾ ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം കുടുസാക്കുകയില്ല, മറിച്ച് എന്താണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ വിശാലമാണ്. അതിൽ ചിലതാണ് ഒഴിവാക്കി. അതാണ് ഇല്ലാമ ഇതിനെ ആലോചിക്കുന്നത്. അത് പറഞ്ഞു. പിന്നീട് ഇഹ്റാമിലായിരിക്കെ വേട്ടയാടാൻ പാടില്ല. ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് സംഗതി. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അള്ളാഹു ഹുക്കുമ് നൽകുന്നു, മാ യുരീദ്, താൻ ഇച്ഛിക്കുന്നത്. അപ്പൊ നമ്മളൊരു കൽപ്പന അംഗീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നു. അപ്പോൾ അവിടെ അതിന്റെ ഔചിത്യമോ അല്ലെങ്കിൽ പൊതു താല്പര്യമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ അതിനനുസരിക്കുന്നത്. നമ്മൾ അതിനനുസരിക്കുന്നത് ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അള്ളാഹ് വിധിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണം നമുക്ക് പലതിൻ്റെയും പിന്നാമ്പുറങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ്, അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അതിന്റെ സാങ്കത്യം ഒന്നും നമുക്ക് മനസ്സിലാവുകയില്ല. ചിലപ്പോൾ നമുക്ക് ഈ അവസ്ഥയിൽ മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ സാങ്കത്യമോ ഔചിത്യമോ ഒന്നുമല്ല നോക്കേണ്ടത്. അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇത് ഉചിതമാണോ എന്നാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രസ്താവന പറയുന്നത്. ഇവിടെ ഹലാലായ സംഗതികളുമായി ബന്ധപ്പെടുത്തി നമുക്ക് തട്ടിച്ചു നോക്കാം. എന്തുകൊണ്ട് പഞ്ഞമാസം ഹറാമാക്കി എന്ന് ചോദിച്ചാൽ അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുന്നതല്ല. പലരും ശാസ്ത്രീയമായ പല വശങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനും അപ്പുറം മനസ്സിലാകാത്ത പല സംഗതികളും ഉണ്ട്. മദ്യം ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ ഹറാമാക്കിയ സംഗതികൾ എന്തുകൊണ്ട് ഹറാമാക്കി എന്നത് നമുക്കറിയുന്നതിനും അപ്പുറം വേറെ പല കാര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ കാലം പലതും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അക്കാലത്ത് പറഞ്ഞപ്പോ അവരെങ്ങനെ മനസ്സിലാക്കി അതിന്റെ
വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ അള്ളാഹ് ഹറാമാക്കിയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അത് വിട്ടുകിടക്കും. അപ്പൊ അവിടെ നമ്മളെ ഈമാൻ കുറയ്ക്കും. ഈ ആശയത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ. അപ്പൊ ഇവിടെ അഹല്ല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാ തുഹില്ലൂ, നിങ്ങൾ അനുവദനീയമാക്കരുത്, നിങ്ങൾ അതിൽ കയറി ഞരങ്ങരുത് എന്ന്. അതിൽ കയറി ആവശ്യമില്ലാത്ത സംഗതികൾ ചെയ്യരുത്. എങ്ങനെ? അതിനാണ് അനാദരിക്കുക എന്ത് ചെയ്യരുത് എന്നതാണ് അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് വ്യാഖ്യാതാക്കൾ. നിങ്ങളെ ആദരിക്കേണ്ട രീതിയിൽ അതിനെ ആദരിക്കണം, അല്ലെങ്കിൽ അനാദരിക്കരുത്. ഏതിനെ? ശആഇറ അല്ലാഹി, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ. ലാ തുഹില്ലു എന്ന വാക്ക് അങ്ങനെ തന്നെ അവിടെ പദങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അനാദരിക്കരുത് എന്നതാണ് അതിന്റെ ആശയം. എന്തിനെ ആരാധരിക്കരുത്? ശാഇർ അല്ലാഹി, ചിഹ്നങ്ങളെ, അള്ളാഹിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. ഒരുപാട് ചിഹ്നങ്ങളുണ്ട്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ. അദാൻ, സ്വലാത്ത്, മസ്ജിദ്, മസ്ജിദ് ഹറാം, മസ്ജിദ് നബവി, അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങൾ. ഇതൊക്കെ എന്താണ്? ഇസ്ലാമിന്റെ അടയാളം. മുസ്ഹഫ്, ഖുർആൻ, അങ്ങനെ ആദരിക്കേണ്ടതായ ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാം എന്താണ്? അതിൻ്റെതായ രീതിയിൽ ആദരിക്കണം. നമ്മൾ ചില ആൾക്കാരോട് ചില സംഗതികൾ പറഞ്ഞപ്പെടെന്ന് ഇതിപ്പോ ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നമ്മള് പുസ്തകപ്പെടുത്തു ഒരു ഒരു പുസ്തകത്തിന്റെ പുറത്ത് ഒരു പേപ്പർ വെച്ച് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുസ്തകം എടുക്കും. അപ്പൊ അതുപോലും എന്തല്ല, അത് ശരിയല്ല. കാരണം എന്താ? എന്നപ്പോ ആദരിക്കേണ്ട രീതിയിൽ അതിനെ ആദരിക്കുന്നില്ല. അപ്പോ ഇതിൽ മുസ്ഹഫിന്റെ പുറത്ത് വെച്ച് എഴുതിയാൽ എന്താണ് എന്ന് ചോദ്യം വരും. ഇത് മുസ്ഹഫ് മാത്രമാണ്, ഇത് ഖുർആനല്ല. ഇത് ഖുർആൻ പ്രിന്റ് ചെയ്ത ക്ലാസ്സാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ആദരിക്കുകയല്ല, അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കുക. ചിഹ്നങ്ങളെ, അള്ളാഹിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക. ഷഈറത്തുൻ ജംഉഹു ശആഇറു. ശആഇർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? മസാജിദ് വസനായി. അപ്പൊ അതുകൊണ്ട് എന്തായി? അത് പകർ മനസ്സിലായി. ഷഈറത്തുൻ എന്നാണ് ഏകവചനം. ഏകവചനം ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ബഹുവചനം പഠിക്കുമ്പോൾ അതിൽ ഏകവചനം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ഭാഷ എപ്പോഴെങ്കിലും ഉപയോഗപ്പെട്ടേക്കാം, പക്ഷെ പഠിക്കലെന്തില്ല, അനിവാര്യമല്ല. പരീക്ഷയ്ക്ക് ചിലപ്പം വന്നേക്കും. ശാഇറല്ലാഹി വല ഷഹ്റൽ ഹറാം. ഷഹ്റൽ ഹറാം ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നു. ആദരണീയ മാസത്തെയും. ആദരണീയ മാസം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, നമുക്കറിയാം. ആദരണീയ മാസങ്ങൾ ഏതൊക്കെയാണ്? ആദരണീയ മാസം നാലെണ്ണം. ഏതൊക്കെയാണ്? മുഹറം, റംളാൻ, ദുൽഹജ്ജ്. അപ്പൊ ആയോ? നാലെണ്ണം ആയോ? നാലെണ്ണായി. നാലെണ്ണം അങ്ങനെയൊന്നും പറഞ്ഞാൽ പോലെ. റംളാനല്ല, ദുൽഹജ്ജ്, മുഹറം, റജബാണ്. റജബാണ്. നമ്മൾ എടുക്കേണ്ടത് ആദരണീയ മാസം പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആദ്യം ദുൽഹജ്ജ് എടുക്കുക. പറയുന്ന ക്രമമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദുൽഹിജ്ജ. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ അതാണ് ഹജ്ജിന്റെ മാസം. ഹജ്ജ് വരുമ്പോഴത്തേക്ക് എന്താണ്? മാസമായിട്ട് ജനങ്ങൾ എവിടെ വരെയാണ്? ഹറാമിലേക്ക് ഒഴുകിയെത്തുക. അപ്പൊ അതിന് എത്താൻ വേണ്ടിയുള്ള ഒരു മാസം ഏതാണത്? പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള മാസം ഏതാണ്? മുഹറം. അപ്പൊ ഹജ്ജ്, മുഹറം, ഇതാണ് 3. പിന്നെ ഇടയിലുള്ള ഒരു മാസമാണ് റജബ്. ഇതാണ് ഷഹ്റുൽ ഹറാം എന്ന് പറഞ്ഞ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ. റമദാനെ ആദരിക്കേണ്ടത് വേറെ രീതിയിലാണ്. നേരത്തെ പറഞ്ഞ ഷാഇറിന്റെ കൂട്ടത്തിൽ വരും ഷഹർ റമദാൻ, അതേപോലെ ഖുർആൻ, അത് വേറെ ഒരുപാട് സവിശേഷതകൾ. പക്ഷെ ഷഹ്റുൽ ഹറാം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഷഹ്റുൽ ഹറാം എന്തായിരുന്നു? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ ആകുന്നതിന് മുമ്പ് തന്നെ ഈ മാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നഹാ അർബഅത്തുൻ ഹുറും യൗമ ഖലഖ സമാവാതി വൽ അർദ്.
ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ. അപ്പോൾ അള്ളാഹ് ലോകം പഠിച്ചപ്പോഴേ തന്നെ ഈ 12 മാസം ഉണ്ടായിരുന്നു. ആ 4 മാസം അഷ്ഹുറുൽ ഹുറമാണ്. അപ്പൊ ഈ പശ്ചാത്തലങ്ങൾ നമുക്ക് ഈ മൊത്തത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഖുർആൻ അവതരണം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി കൂടെ ഉണ്ട്. അതെന്താ? അവിടെ ഉണ്ടായിരുന്ന സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ അടുത്ത് നിന്ന സമൂഹമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ വിശ്വസിക്കുന്നവർ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ വിശ്വസിക്കുകയും ആദരിക്കുകയും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും മസ്ജിദുൽ ഹറാമിനെയും ഒക്കെ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഈ പറഞ്ഞതുപോലെ അഷ്ഹുറുൽ ഹുറം, അതായത് ഷഹറുൽ ഹറാമിനെ ആദരിക്കുന്നവരായിരുന്നു, അതിനെ പാലിക്കുന്നവരായിരുന്നു. ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും, അത് വേറെ കാര്യം. പക്ഷെ അവർ മാറ്റുന്നത് എന്തിനു വേണ്ടിയാ? എന്തുകൊണ്ടാണ്? അവർ ഈ 4 മാസത്തെ വിശുദ്ധ മാസങ്ങളായി പരിഗണിച്ചിരുന്നു. പിന്നെ അവർക്ക് തോന്നുമ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആ തൽക്കാലം നമുക്ക് ഈ മാസത്തെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റേ മാസം ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം അവരതിനെ ആദരിച്ചിരുന്നു എന്നാണ്. അപ്പോ അങ്ങനെയുള്ള സമൂഹമായിരുന്നു. ഇതൊക്കെ മനസ്സിൽ നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത്. മൊത്തത്തിൽ നമ്മൾ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കി. അപ്പോ മുസ്ലിങ്ങളോട് പറയുകയാണ്, വല ഷഹ്റുൽ ഹറാമ, ഈ ഷഹ്റുൽ ഹറാമിനെ അല്ലെങ്കിൽ അഷ്ഹുറുൽ ഹുറമിനെ, വിശുദ്ധ മാസങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അനാദരിക്കരുത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെയും, വല ഷഹ്റുൽ ഹറാമ, വിശുദ്ധ മാസങ്ങളെയും, വലൽ ഹദിയ. ഷഹ്റുൽ ഹറാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പവിത്ര മാസങ്ങൾ എന്ന് തന്നെയാണ് പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ബഹുവചനമാണ് അതിന്റെ ആശയം. ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ബഹുവചനമാണ് അതിന്റെ ആശയം. കാരണം വേറെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റു സ്ഥലങ്ങളിൽ, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ വിശുദ്ധ മാസങ്ങളാണ്. ആ അർത്ഥത്തിൽ വല ഷഹ്റുൽ ഹറാം. അപ്പൊ വല ഷഹ്റുൽ ഹറാം, അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ഏകവചനം ഉപയോഗിച്ചു? ഒരു മാസത്തെയും, ആദരണീയമായ മാസങ്ങളിൽ ഒന്നിനെയും നിങ്ങൾ അനാദരിക്കരുത്. വലൽ ഹദിയ, അത് ഈ ബലിമൃഗം. അപ്പൊ ബലിമൃഗത്തെ നിങ്ങൾ അനാദരിക്കരുത് എന്ന് പറയുമ്പോ, ബലിമൃഗം മുസ്ലിങ്ങളുടേത് മാത്രമല്ല. മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുപോയി ബലിയിറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ മുസ്ലിങ്ങൾ മാത്രമല്ല കൊണ്ടുപോയത്, മുശ്രിക്കുകൾ കൊണ്ടുപോയി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. അപ്പൊ ഇവിടെ മുശ്രിക്കുകളായിരുന്നാലും അവര് ഇസ്ലാമിന്റെ ആശയ അടിസ്ഥാനങ്ങളിൽ വരുന്ന കാര്യങ്ങൾ അവര് പരിഗണിക്കുന്നതിനെ നമ്മളും പരിഗണിക്കണം. അവരാദരിക്കുന്നതിനെ നമ്മളും ആദരിക്കണം, ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളിൽ വരുന്നവ. അപ്പൊ അവര് ഈ ഹുദൈബിയ സന്ധിയൊക്കെ നടന്നു. ഹുദൈബിയ സന്ധി നടക്കുന്നതെന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടത്തോളം മുസ്ലിങ്ങൾ വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1000-ഓളം വരുന്ന സഹാബികളും എന്ത് ചെയ്തു? ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ്. അപ്പൊ അവരെ അവിടെ തടഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയും. എല്ലാവരും പോകുന്നുണ്ട്, ആരെയും തടയുന്നില്ല. ആരെ മാത്രമേ തടയുന്നുള്ളൂ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരെ മാത്രമേ തടയൂ. എല്ലാവരും പോകുന്നു, ഇവരെ മാത്രം തടയും. ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് തടയുന്നത്? എന്നാ പിന്നെ ആരും പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ തടയാൻ പാടുണ്ടോ? പാടില്ല. കാരണം അവരെല്ലാം പോകുന്നത് മസ്ജിദുൽ ഹറാമിൽ ബലി ഇറക്കാൻ വേണ്ടിയുള്ള ബലിമൃഗത്തെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിനൊന്നും നിങ്ങൾ തടയാനോ അനാദരിക്കാനോ ഒന്നും പാടില്ല. ചിഹ്നങ്ങൾ വലൽ ഹദിയ വലൽ ഖലാഇദ്. അപ്പൊ ബലിമൃഗത്തെ കൊണ്ടുപോകും. ഇത് ബലിമൃഗമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഖലാഇദ്, ഖിലാദത്ത് അണിയിക്കും, കഴുത്തിൽ കെട്ടും. ഖിലാദത്ത്, അതിന്റെ ബഹുവചനമാണ് ഖലാഇദ്. വലൽ ഖലാഇദ്. അപ്പോ കഴുത്തിൽ കെട്ടുന്ന വളയം എന്ത് ചെയ്യാണ്? ഇത് ബലിമൃഗമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി അതിന് കെട്ടിയിട്ട് അങ്ങ് വിട്ടേക്കും. അപ്പൊ അത് പോകുന്ന കൂട്ടത്തിൽ പോകും, എത്തുന്നിടത്ത് എത്തും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരും അതിനെ അനാദരിക്കുകയോ അതിന്
ഉപദ്രവിക്കുകയോ ചെയ്യാറില്ല. അതേപോലെ നിങ്ങളും അതിനെ എന്ത് ചെയ്യരുത്, അനാദരിക്കരുത്. വളരെ കലാഇത, നേർച്ച മൃഗത്തെ ആയിരുന്നാലും ബലിമൃഗത്തെ ആയിരുന്നാലും അങ്ങനെ ബലിയെറുക്കാൻ അടയാളപ്പെടുത്തി വിട്ട ആ മൃഗങ്ങളെ പാടില്ല, അനാദരിക്കപ്പെടും. പല ആമീനൽ ബൈത്ത, നിങ്ങളെ പോകാൻ സമ്മതിച്ചില്ലെങ്കിലും പോകുന്ന ആൾക്കാരുണ്ട്. ആമീൻ, ആമീൻ എന്ന് പറഞ്ഞ അൽഫാത്തിഹ കഴിഞ്ഞിട്ട് പറയുന്ന ആമീൻ അല്ല ഇത്. എന്താണ് ആമീൻ? അപ്പോ അമ്മ ഉമ്മു വന്ന എളുന്നു പോലെയാണെങ്കിൽ എങ്ങനെ വരും? വന്ന എളുന്നു പോലെയാണെങ്കിൽ എങ്ങനെ വരും? അമ്മ ഉമ്മു ആമുൻ, ആമുൻ അതിന്റെ ബഹുവചനം ആമൂൻ. അപ്പൊ വല ആമീന ഇവിടെയൊക്കെ എന്താണ്? നിസ്ബിൽത്താ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തത്? ലാ തുഹല്ലു ശാഇറ, ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. വല ഷഹറ, മാസങ്ങളെയും അനാദരിക്കരുത്. വലൽ ഹദിയ, ബലിമൃഗത്തെയും അനാദരിക്കരുത്. വലൽ ഖലാഇദ, അടയാളപ്പെടുത്തി വിട്ട മൃഗങ്ങളെയും നിങ്ങൾ അനാദരിക്കരുത്. വഴിപാടായി നേർച്ചയായി വിട്ട മൃഗങ്ങളുടെ കഴുത്തിലാണ് ഇങ്ങനെ ചിഹ്നം കൊടുക്കാറുള്ളത്, കെട്ടാറുണ്ട്. അല്ല, അങ്ങനെയുള്ള നേർച്ച മൃഗങ്ങളെയും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുക? നെസ്ബതുകൊണ്ടാണ്. വല ആമീന, ലക്ഷ്യം വെച്ച് പോകുന്നവർ. അമ്മ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ച് പോയി, പുറപ്പെട്ടു, സഞ്ചരിച്ചു, ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. അങ്ങനെ ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നവരെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? അനാദരിക്കരുത്. എവിടെ? ആമീനൽ ബൈത്ത, ആമീനൽ ബൈത്ത, ബൈത്തിനെ ലക്ഷ്യം വെച്ച് പോകുന്നു. ആമീനൽ ബൈത്ത. അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഉദ്ദേശിച്ചിട്ടാണ് അൽ ബൈത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. വല ആമീനൽ ബൈത്തുൽ ഹറാമ യബ്തഗൂന ഫദ്ലൻ. അപ്പൊ ആമീനയുടെ വിശദീകരണമാണ് ബാക്കി പറയുന്നത്. ഒന്ന്, ആമീന ഉദ്ദേശിച്ചു പോകുന്നവർ. ആരെ ഉദ്ദേശിച്ചു പോകുന്നവർ? അൽ ബൈത്തിനെ ഉദ്ദേശിച്ചു പോകും. അൽ ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, കഅബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഖുർആനിൽ വന്നിരിക്കുന്ന വാക്കുകൾ. അപ്പൊ ഈ അൽ ബൈത്തിനെ ഉദ്ദേശിച്ചിട്ട് പോകുന്നവർ, ബൈത്തുല്ലാഹിയെ ഉദ്ദേശിച്ച് പോകുന്നവർ. ആ ബൈത്തിന്റെ വിശേഷണമായിട്ടാണ് അൽ ഹറാം. പവിത്രമായ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായ ബൈത്ത്, ആ ബൈത്തുൽ ഹറാം. അങ്ങനെ ആമീന എങ്ങനെയാണ് അവർ പോകുന്നത്? എന്തുകൊണ്ടാണ് ബൈത്തുൽ ഹറാമിന് ഉദ്ദേശിച്ച് പോകുന്നത്? യബ്തഗൂന ഫദ്ലൻ, യബ്തഗൂന ഫദ്ലൻ, അവരെന്ത് ചെയ്യുന്നു? ഔദാര്യം തേടിക്കൊണ്ട്, അനുഗ്രഹം തേടിക്കൊണ്ട്. യബ്തഗി, തേടി, കാംക്ഷിച്ചു. ഫദ്ലൻ മിർ റബ്ബിഹിം, അവർ രക്ഷിതാവിൽ നിന്നുള്ള. അപ്പൊ ഔദാര്യം, അനുഗ്രഹം എന്ന് പറയുന്നത് ഇഹവുമാകാം പരവുമാകാം, ഇഹത്തിലെയും പരത്തിലെയുമാകാം. അതിനെന്താണ്? ഫദ്ല് ഇഹത്തിലെ ഇതിന് എന്താണ് പ്രാമുഖ്യമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഫദ്ലൻ മിർ റബ്ബിഹിം വരിദ്വാന. തൃപ്തി എവിടെയാണ് വേണ്ടത്? പരലോകത്താണ് തൃപ്തി. അപ്പം ഈ ലോകത്തും തൃപ്തി വേണം, പക്ഷെ പരലോകത്തെ തൃപ്തിക്കാണ് പ്രാമുഖ്യം. ഫദ്ല് വരുന്നത് ഈ ലോകത്തിനാണ് പ്രാമുഖ്യം, റിദ്വാൻ വരുന്നത് പരലോകത്തിനാണ് പ്രാമുഖ്യം. അപ്പൊ ഇഹത്തിലെയും പരത്തിലെയും അനുഗ്രഹങ്ങളും തൃപ്തിയും ഔദാര്യവും കാംക്ഷിച്ചുകൊണ്ടാണ് അവർ ബൈത്തിനെ അന്വേഷിച്ച് പോകുന്നത്. അല്ല അമീനൽ ബൈത്തുൽ ഹറാം. ഇവിടെയൊന്നും വേറെ കെട്ടിക്കൊടുക്കുള്ള ഗ്രാമറൊന്നും ഇല്ല എന്നുള്ള മനസ്സിലാകുന്നുണ്ട്. ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ഉഹില്ലത്തിലക്കും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. എന്ത് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു? ബഹീമത്ത്. അപ്പൊ ബഹീമത്തിന് റഫ്ആണ് വരിക. ഇവിടെ കർമ്മണി പ്രയോഗമായതുകൊണ്ട്, കർമ്മണി പ്രയോഗമായതുകൊണ്ട് എന്തിനെയാണ് നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് കർത്താവിന്റെ അടയാളമായിരിക്കും. മറ്റൊരു ഇളാഫത്താണ്, അതുകൊണ്ട് തന്നെ ആമിന കസ്റും.
വയറ് വരുമ്പോഴത്തേക്ക് ലീന എന്നാണ് വരുന്നത്. വയറ് വരുമ്പോൾ ചെറിയതുകൊണ്ട് നമുക്ക് ലീന എന്ന് വന്നു. സൈദിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോ യൂണി പോയി. ഇന്നല്ലാഹ ഇന്ന ഒന്നുണ്ട്. ലഫ്ദുൽ ജലാലത്തിന് നസ്ബ് ഒന്നും രീതിയിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഗ്രാമർ ഒരുപാട് പറയാനുണ്ടാവും, പക്ഷെ പറയാൻ വേണ്ടി പറയുന്ന കുറെ ഗ്രാമറുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാക്കണം എന്തല്ല, അനിവാര്യമല്ല. കാര്യം ഗ്രഹിക്കാൻ അനിവാര്യമായ വ്യാകരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ തുഹില്ലു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഷാഇറ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെല്ലാം നെസ്ബ് ചെയ്തിട്ടാണ്. കാരണം ലാ തുഹില്ലു എന്നതിന്റെ മഫ്ഊലുൻ ബിഹിയാണ് ഷാഇർ. പിന്നെ അതിനോട് വാ ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാത്തിനെയും ബന്ധപ്പെടുത്തിയത്. വൈദ ഹലൽത്തും ഫസ്ഫാദു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു? നേരത്തെ പറഞ്ഞു ഗൈറ മഹല്ലി സ്വൈദി എന്ന് പറഞ്ഞു. ഗൈറ മഹല്ലി സ്വൈദി വഅൻതും ഹുറും. നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്നവരായിരിക്കെ, നിങ്ങൾ ഇഹ്റാം ചെയ്തവരായിരിക്കെ നിങ്ങൾ അതിനെ വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വഇദ ഹലൽത്തും. അപ്പൊ എന്ത് ചെയ്തു? ഇദാ ഹലൽത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഹല്ലുലായി. ഇഹ്റാമിൽ നിന്നും വിരമിക്കുന്നതിന് എന്ത് പറയും? തഹല്ലുലായി എന്നാണ് പറയുന്നത്. അതാണ് ഇദാ ഹലൽത്തും, നിങ്ങൾ അതിൽ നിന്നും ഇഹ്റാമിൽ നിന്നും ഒഴിവായാൽ. അതെന്താണ്? സാങ്കേതിക പദമാണ്. ഫസ്താദു, ഇസ്താദ യസ്താദു, വേട്ടയാടി. സ്വൈദിൽ നിന്നും വന്ന ഒരു പദമാണ്. പക്ഷേ അതിൽ ത്വാ കടന്നുകൂടാൻ ഒരു കാരണമുണ്ട്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്ന കാര്യം, അങ്ങനെ ത്വാ വരും. ത്വാ യഥാർത്ഥത്തിൽ മാറി വരുന്ന അക്ഷരമല്ല, പക്ഷെ എന്നാൽ ഇത് വരും. ത്വാ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ വരികയാണെങ്കിൽ നോക്കാം. പര്യായ പദമല്ല, അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ പര്യായ പദം എന്ന് പറയുമ്പോൾ തുല്യ അർത്ഥമുള്ള പദം. പക്ഷെ സാദ യസീദു എന്നതിന് അതിന്റെ ആധിക്യത്തിന്റെ രൂപത്തിൽ വരുന്ന മറ്റൊരു രൂപം. ആധിക്യം എന്ന് പറഞ്ഞാൽ അഫ്അല രൂപമല്ല, മറിച്ച് എന്താണ്? അക്ഷരം കൂടുമ്പോൾ അതിന് ഇന്റൻസിറ്റി വർദ്ധിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ അർത്ഥത്തിൽ ഇത് അക്ഷരം കൂടിയിട്ടുള്ള മറ്റൊരു വസിനായിട്ട് വരികയാണ്. പക്ഷെ അത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഇസ്താദ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്തഫ്അല ഗ്രൂപ്പാണ്. ഇതിനല്ല ഇസ്തഫ്അല പറയാം, നമുക്ക് നോക്കാം. അപ്പൊ ത്വാ വരുന്ന ഒരു സന്ദർഭമുണ്ട്. അക്ഷരം മാറിയിട്ട് ത്വാ വരുന്ന സന്ദർഭം. വലാ യജ്രിമന്നക്കും, വലാ യജ്രിമന്നക്കും. ജറമ റജുല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പ്രേരിതനായി. ഒരാളോട് തെറ്റ് ചെയ്യാൻ പ്രേരിതനായി, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു, അവൻ പ്രേരിതനായി. അപ്പൊ ലാ യജ്രിമന്ന എന്ത് ചെയ്തിട്ടുണ്ട്? നൂന് തഅക്കീദ് ഉപയോഗിച്ചിട്ടുണ്ട്. ലാ ഉപയോഗിച്ചിട്ടുണ്ട്. ലാ യജ്രിമന്ന, ഒരിക്കലും അങ്ങനെ പ്രേരിതനായി പോകാൻ പാടില്ല. ഇതിനെന്താണ്? നേരത്തെ പറഞ്ഞ, തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് വ്യക്തിയുടെ ബാധ്യതയാണ് എന്നതിനപ്പുറം ഒരു സമൂഹത്തിന്റെ എന്താണ്? അടയാളമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സമൂഹമായി നിലവിൽ വന്നു. ചില മുസ്ലിങ്ങൾ ഒരു പ്രത്യേക സമൂഹമായി, പ്രത്യേക അസ്തിത്വമുള്ള ഒരു സമൂഹമായി, പ്രത്യേകതകളുള്ള, സവിശേഷതകളുള്ള, പ്രത്യേക സംസ്കാരമുള്ള, എല്ലാം കൊണ്ടും, വസ്ത്രധാരണം കൊണ്ടും, ആരാധന രീതി കൊണ്ടും, അവരുടെ വിശ്വാസ കാര്യങ്ങൾ കൊണ്ടും, അവരുടെ നടപടിക്രമങ്ങൾ കൊണ്ടും, എല്ലാം കൊണ്ടും ഒരു വ്യതിരിക്തമായ ഒരു സമൂഹമായി നിലവിൽ വന്നു. അപ്പൊ ഈ സമൂഹത്തിന്റെ എടുത്തു പറയേണ്ട ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാണ് കരാർ പാലിക്കുക എന്നത്. നേരത്തെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം പറയുന്ന മറ്റൊരു സംഗതിയാണ് വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ. ശനആൻ എന്ന് പറഞ്ഞാൽ
ഷനആനുമായി ബന്ധപ്പെട്ട ഒരു പദം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പദങ്ങൾ എഴുതിയപ്പോ അവിടെ കൊടുത്തോളാം എനിക്ക് തോന്നുന്നു. ഇല്ല, അത് എഴുതാൻ പറ്റുമോ? ഹുവൽ അബ്തർ എന്ന് പറഞ്ഞല്ലോ. മുമ്പ് എന്താ പറഞ്ഞത്? ഹുവൽ അബ്തർ എന്ന് പറഞ്ഞതിന് മുമ്പ് എന്താ പറഞ്ഞത്? മറന്നുകൊണ്ടോ അബത്തർ? ആ, ഷാനി അക്ക. അപ്പൊ അതിലെ പദം എന്താണ്? അതിന്റെ നൗൺ എന്താ? നമ്മൾ ഒറ്റ വാക്ക് തരുന്ന അതിനു വേണ്ടിയാ. പോക്കറ്റ് ഡയറിയൊക്കെ അടിച്ചു തന്നെ നിങ്ങളെല്ലാവരും പോക്കറ്റ് ഡയറി ഇപ്പം വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പോക്കറ്റ് ഡയറി കൊടുത്തിരിക്കുന്ന വാക്ക് എന്താ? ഷാനി ഉൻ. ഷാനി ഉൻ. ഷാനിന്റെ എന്താ അർത്ഥം കൊടുത്തിരിക്കുന്നത്? ശത്രു. അതിന്റെ ക്രിയാധാതുവാണ് ഷനആൻ, ശത്രുത. ശത്രുത, ശത്രുത കാണിക്കൽ. പോരാജിരിമന്നക്കും, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. കും, നിങ്ങളെ. ലാജിരിമന്ന കും. ഈ കുമ്മിനാണ് ഇവിടെ നമ്മൾ ജറമ റജുല എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് മഫ്ഊൽ ബിഹി അവിടെ ഉണ്ടാവും. ജറമ കഴിഞ്ഞിട്ട് ഒരു മഫ്ഊൽ ബിഹി ഉണ്ടാവും. ഇവിടെ എന്താ പറയുന്നത്? എജിരിമ ന കും, നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഷനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള ശത്രുത. എന്താ? മുശ്രിക്കുകൾ നിങ്ങളെ ശത്രുക്കളാണ്. കാരണം ഇപ്പൊ ഈ സിറ്റുവേഷൻ, ഇത് അവതരിക്കുന്ന പശ്ചാത്തലത്തിലുള്ളത് നിങ്ങളെ അവര് ഉംറ ചെയ്യാൻ നിർവഹിക്കാൻ അനുവദിച്ചില്ല. ബാക്കി എല്ലാവരും ഉംറ നിർവഹിക്കാൻ പോകുന്നുണ്ട്, ഹജ്ജ് ചെയ്യാനും പോകുന്നുണ്ട്. നിങ്ങളവര് സമ്മതിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിന്റെ അടുത്തുള്ള നിങ്ങൾ വേറെ ആരെയും പോകാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ പാടില്ല. മദീനയുടെ പരിസരം, മദീന കടന്നിട്ടാണ് പല മുശ്രിക്ക് ഗോത്രങ്ങൾക്കും എന്ത് ചെയ്യേണ്ടത്? മസ്ജിദുൽ ഹറാമിലേക്ക് പോകേണ്ടത്. അപ്പൊ നിങ്ങൾ ഞങ്ങൾ വഴി പോകാൻ പാടില്ല എന്ന് ഒന്നും നിങ്ങൾ പറഞ്ഞു കളയരുത്. വലായജിരിമന്നക്കും ഷനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള ഷനആനു, യജിരിമന്നയുടെ കർത്താവാണ് ഷനആൻ. ശത്രുത നിങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. ഒരു ഖൗമിനോടുള്ള ശത്രുത നിങ്ങൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. ഇവിടെ എന്താ തെറ്റാ വരുന്നത്? അൻസദ്ദൂക്കും, അൻസദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാമി, നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകാൻ കാരണം എന്താ? അൻ സ്വദ്ദൂക്കും, സ്വദ്ദൂ അവർ തടഞ്ഞു, കും നിങ്ങളെ അവർ തടയുക മുഖേന അവരോടുണ്ടാകുന്ന ശത്രുത തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. സംഗതി സിമ്പിളാണ്. നമ്മൾ അതിന്റെ ബന്ധങ്ങൾ പരസ്പരം നോക്കിയാൽ മതി. ഓരോ വാക്ക് നമ്മൾ എടുത്തില്ല, അതിന്റെ അർത്ഥം പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി കിട്ടും. ലാജിലിമിന്നയുടെ കർത്താവാണ് ഷനആനോടെ ലമ്മുണ്ട്. ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. കൗമിന് ആരോടുള്ള ശത്രുത? കൗമിനൊരു കൗമിൽ സമൂഹത്തോടുള്ള. ഏത് സമൂഹമായിരുന്നാലും. അൻസദ്ദൂക്കും, ആ കൗം എന്ത് ചെയ്തു? തടഞ്ഞു. കോം നിങ്ങളെ. ആ സമൂഹം നിങ്ങളെ തടയുക മുഖേന ഉണ്ടാകുന്ന ശത്രുത അവരോട് തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. അൻസദ്ദൂക്കും, നിങ്ങളെ തടഞ്ഞു. എവിടെ തടഞ്ഞു? അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. ലോകത്തെ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ സ്ഥലത്തേക്ക് എല്ലാവരും പോകുന്ന വിശുദ്ധ ഗേഹത്തിലേക്ക് പോകുന്നതിൽ നിന്നും നിങ്ങളെ തടയുക എന്നുള്ള മുഖേന ഉണ്ടാകുന്ന, നിങ്ങൾക്കുണ്ടാകുന്ന ശത്രുത അവരോട് തെറ്റ് ചെയ്യുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അൻ തഅ്തദൂ, എവിടെ നിന്നാണ്? തഅ്തദൂ, അൻ തഅ്തദൂ, തഅ്തദൂനെയാണ്. അതിൻ്റെ കൂടെ അൻ വന്നുകൊണ്ടാണ് ഞാൻ പോയത്. ഹംസയത്. തഅ്തദൂന, എഴുത്തതി നമ്മൾ നേരത്തെ പഠിച്ചുള്ളതാണ്. എന്ത് ചെയ്തു? എഴുത്തതി എന്ന് പറഞ്ഞാൽ എന്താ?
എഴുത്തത പരിധി ലംഘിച്ചു. അൻതഅ്തദു നിങ്ങൾ പരിധി ലംഘിച്ച് അതിക്രമം കാണിക്കുക എന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ അതിക്രമം കാണിക്കാൻ പാടില്ല. അങ്ങനെ അതിക്രമം ചെയ്യുന്നത് എന്താണ്? ജറമായിരിക്കും, കുറ്റം ചെയ്യായിരിക്കും. അതിക്രമം ചെയ്യുക മുഖേന അവരോട് തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ചെയ്യാൻ നിങ്ങൾ പ്രേരിതരാകരുത്, തെറ്റ് ചെയ്യരുത്. അടുത്തതു. അപ്പോ ജറമ് എന്നത് എഴുത്തിദാ ആണ്. ജറമ് അതിക്രമം പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അപ്പൊ ഇവിടെ പ്രേരിപ്പിക്കുക എന്ന അർത്ഥം മാത്രമേ ലായജിരിമന്നക്കുമിന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ലായജിരിമന്നക്കും എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഭാഷാർത്ഥം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എന്നാണ്. ആ തെറ്റ് എന്താണ് ഇവിടെ? അത് എഴുത്തിദാ ആണ്. നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുക എന്നതാണ്. അപ്പൊ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നതാണ് യജ്രിമന്നക്കും അൻതഅ്തദു എന്നാണ്. ലായജ്രിമന്നക്കും അൻതഅ്തദു. നിങ്ങൾ അതിക്രമം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്ത് പ്രേരിപ്പിക്കരുത്? ശനആന ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള ശത്രുത. ശത്രുത ഉണ്ടാകാൻ കാരണം എന്താ? സ്വദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാം, അവർ മസ്ജിദ് ഹറാമിൽ നിന്ന് നിങ്ങളെ തടയുക മുഖേന. തആവനു, പിന്നെയും ഫിലോസഫി പറയുക. തആവനു, തആവന പരസ്പരം സഹകരിക്കുക. പരസ്പരം സഹകരിക്കുക അല്ലെങ്കിൽ പരസ്പരം സഹായിക്കുക. ഔന് സഹായം, ഔന് സഹായം. ഔനിന്റെ കൂടെ ഇസ്തി ചേർന്നപ്പോ എന്തായി? ഇസ്തആന, സഹായം തേടി. അതാ അവന് സഹായം. ഇസ്തആന സഹായം തേടി. തആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കുക. എവിടെ? അലൽ ബിർരി, നന്മയുടെ പുണ്യത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ പുണ്യം ആര് ചെയ്താലും അവരുമായി നിങ്ങൾ സഹകരിക്കുക. വത്തഖ്വ, ദൈവഭക്തി. പുണ്യം ആര് ചെയ്യുന്നു അവരുമായി സഹകരിക്കുക, ദൈവഭക്തി ആര് ചെയ്യുന്നു അവരുമായി സഹകരിക്കുക. ഒരു വലിയൊരു ഫിലോസഫിയാണ്. നമ്മൾ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയുമായി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേറൊരു സമൂഹവുമായി യോജിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ടാവും. കാരണം അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ആ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഓക്കെ ഞങ്ങൾ സഹകരിക്കാം. അപ്പൊ നമുക്ക് സഹകരിച്ച് രണ്ട് സമൂഹങ്ങൾ ഒരുമിച്ച് നല്ല കാര്യം ചെയ്യാം. ദൈവഭക്തിയും ഉണ്ടല്ലോ. മതഭക്തി, ദൈവഭക്തി ഒക്കെ നിലനിർത്താൻ വേണ്ടി ഉള്ള സംവിധാനങ്ങളുണ്ട് അല്ലെ. മുൻകാലങ്ങളിൽ ബാങ്ക് വിളിക്കുമ്പോൾ അപ്പുറത്തെ പാട്ട് നിർത്തും. കാരണം ബാങ്ക് എന്ന് പറയുന്ന കൃത്യസമയത്ത് ഒരു ഏതാനും മിനിറ്റുകൾ മാത്രമുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ പാട്ട് അവിടെ നിർത്തി. അതുപോലുള്ള കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം എന്നാ പറഞ്ഞു. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയ്ക്കും ശത്രുതയ്ക്കും പരസ്പരം സഹകരിക്കാൻ പാടില്ല. ലാ തആവനു, തിന്മയുടെ കാര്യത്തിൽ ലാ തആവനു, നിങ്ങൾ സഹകരിക്കരുത്, സഹായിക്കരുത് അല്ലെങ്കിൽ സഹകരിക്കരുത്. അലൽ ഇസ്മി, പാപത്തിന്റെ പേരിൽ, വൽ ഉദ്വാൻ, ശത്രുതയുടെ പേരിൽ. ശത്രുതയും പാപവും പരത്താൻ വേണ്ടി പരസ്പരം സഹകരിക്കാൻ പാടില്ല. അത് വ്യക്തിക്കും പാടില്ല, സമൂഹത്തിനും പാടില്ല. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സംഘടന മറ്റൊരു സംഘടനയുമായിട്ട് യോജിക്കാൻ പാടില്ല. ആദർശത്തിൽ വ്യത്യാസമുള്ള സംഘടനകൾക്കും എന്ത് ചെയ്യാം? പരസ്പരം സഹകരിക്കാം, പുണ്യത്തിലും ദൈവഭക്തിയിലും. അതേസമയം തിന്മയിലും ശത്രുതയിലും ഒരു കാരണവശാലും ആരുമായും സഹകരിക്കാൻ പാടില്ല. അവിടെ സൂക്ഷിക്കേണ്ടത് അള്ളാഹ് സൂക്ഷിക്കുക. ഇവിടെ താവനം എന്ന് പറയുമ്പോൾ മനസ്സിലായി. നമ്മൾ നേരത്തെ മുശ്രിക്കുകളുടെ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ലെന്നാ പറഞ്ഞത്. മുശ്രിക്കുകൾ ഒരു ജോലി കടന്നു പോകുന്നുണ്ട്, അവര് ബലിമൃഗത്തെ കൊണ്ടുപോകുന്നുണ്ട്, നേർച്ച ചെയ്തിട്ടുള്ള മൃഗത്തെ കൊണ്ടുപോകുന്നുണ്ട്. എവിടെ? കഅബയിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മൃഗങ്ങൾ.
നേർച്ച മൃഗങ്ങൾ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. അതിനൊന്നും അനാദരിക്കാൻ പാടില്ല. മാസങ്ങൾ, പുണ്യമാസങ്ങളുണ്ട്. ആ പുണ്യമാസങ്ങളെ അനാദരിക്കാൻ പാടില്ല. അടയാളങ്ങൾ, ചിഹ്നങ്ങളുണ്ട്. ഏകദൈവത്വത്തിന്റെ ചിഹ്നങ്ങളുണ്ട്. അതിനെ അനാദരിക്കാൻ പാടില്ല. എല്ലാം പറഞ്ഞിട്ട് പരസ്പരം സഹകരിക്കുന്ന കാര്യം പറയും. അപ്പോഴും ദൈവഭക്തി. അല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇത് ഈ സമൂഹത്തോട് പറയുന്നത്. മറ്റൊരു സമൂഹം നമ്മെ ആക്രമിക്കുമെന്ന പേടിയില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു സമൂഹത്തോടായി പറയുന്നത്. നമ്മളിപ്പോ ശക്തരാണ്, നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഉള്ളപ്പോഴും ചെയ്യാൻ പാടില്ല. അതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കുല്യമത്താലേക്കുമുൽ മൈത്തത്തു, ഒമ്പതാമത്തുണ്ടായില്ലേ? الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنتيحة وما أكل السبع. ഇത്രയും സംഗതി നമ്മൾ അർത്ഥം പഠിച്ചേ പറ്റുള്ളൂ. ഇതിൽ വേറെ സംഭവം ഇതൊക്കെയാണ്. അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ നമ്മൾ ബക്കറയിൽ പഠിച്ചതാണ്. ശവം, രക്തം, പന്നിമാംസം. ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി, അതും പഠിച്ചു. അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് അത് മൈത്തത്ത് എന്ന് പറഞ്ഞില്ലേ, ആ മൈത്തത്തിന്റെ വിശദീകരണമാണ് വൽ മുൻഖനിഖത്തു. എങ്ങനെ മരിച്ചതാണ്? മുൻഖനിഖത്ത് എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടി മരിച്ചത്. വൽ മൗഖൂദത്തു, മുകളിൽ താഴോട്ട് വീണ് ചത്തത്. അല്ല, മൗഖൂദത്ത് എന്ന് പറയുന്നത് തല്ലിക്കൊന്നത്. മുതറദ്ദിയത്താണ് മുകളിൽ താഴോട്ട് വീണ് ചത്തത്. നതീഹത്ത് എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ തന്നെ പരസ്പരം ഇടിക്കുക. അങ്ങനെ മൃഗത്തിന്റെ, ഈ ചത്ത മൃഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പിന്നെ നതീഹത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു മൃഗം മറ്റേ മൃഗത്തെ ഇടിച്ചത്, അങ്ങനെ തമ്മിൽ കുത്തി ചത്തത്. മുൻഖനിഖത്ത് ശ്വാസം മുട്ടി മരിച്ചത്. മൗഖൂദത്ത് അടിച്ചു വന്നത്, തല്ലിക്കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ അടിച്ചു കൊല്ലപ്പെട്ടത്. മൗഖൂദത്ത് മുകളിൽ നിന്നും, മുതറദ്ദിയത്ത് മുകളിൽ നിന്നും വീണത്. നതീഹത്ത് പരസ്പരം കുത്തിച്ചത്തത്. അങ്ങനെ പരസ്പരം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ തമ്മിൽ ഇരിക്കില്ല, അതിനാണ് നതീഹത്ത് എന്ന് പറയുന്നത്. വമാ അക്കല സബഉ, വന്യമൃഗങ്ങൾ തിന്നത്. ഇല്ലാ മാ സക്കൈതും, നിങ്ങൾ അറുത്തിട്ടില്ലെങ്കിൽ ഒഴികെ, അറുത്തതൊഴികെ, നിങ്ങൾ അറുത്തതൊഴികെ. അപ്പൊ സബഅ് എന്താണ്? തേറ്റയുള്ള മൃഗങ്ങൾ. തേറ്റയുള്ള മൃഗങ്ങൾ പിടിച്ചത്. അതിനെ ഒരു മൃഗത്തെ പിടിച്ചു, അല്ലെങ്കിൽ പശുവിനെയോ അല്ലെങ്കിൽ എന്തിനെയോ സംഭവത്തിനെ പിടിച്ചു. ഈ വന്യമൃഗം പിടിച്ചു. അതിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ അറുത്ത് ചോര കളഞ്ഞ് എന്ത് ചെയ്യാം? തിന്നാം. അല്ലെങ്കിൽ അങ്ങനെ ചത്തതിന് തിന്നാൻ പാടില്ല. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ തിന്നാൻ പാടില്ല. ഇല്ലാ മതക്കൈത്തും, നിങ്ങൾ അറുത്തതിന് ഒഴികെയെന്ന് പറഞ്ഞാൽ ചത്തതിനെ പിന്നെ അറുത്തിട്ട് കാര്യമില്ല. അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം? ജക്ക ഇതക്കി എന്ന് പറയുമ്പോൾ തസ്കിയത്ത് ചെയ്യാം. സബ്ബാഹ ഗ്രൂപ്പാണ് ജക്ക ഇതക്കി. ജബഹും തസ്കിയത്തും ഒരേ അർത്ഥം തന്നെയാണ്. അത് പര്യായ പദങ്ങളാണ്. ഇല്ലാ മാ സക്കൈത്തും വമാ ദുബിഹ അലൻ നുസുബി. നുസുബ് നസീബ് എന്നതിന്റെ ഏകവചനം, അതിന്റെ ബഹുവചനമാണ് നുസുബ് എന്നും ഉണ്ടാവും. ഖുറാനിൽ അൻസാബ് എന്നുണ്ടാവും. പ്രതിഷ്ഠകൾ. ആ പ്രതിഷ്ഠ എന്ന് പറയുന്ന അവിടെ ബലിപീഠം, ബലികഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം, അതിനാണ് നുസുബ് എന്ന് പറയുന്നത്.
ഒമാഹാലൻ നുസുബി, ആ ബലിപീഠത്തിൽ ബലിയറുക്കപ്പെട്ടതും. എന്ന് പറഞ്ഞു ഹുരിമത്ത്, ഇതെല്ലാം വിലക്കപ്പെട്ടതാണ്. ബിൽ അസ്ലാം, ഇസ്തിഖ്സാം, പ്രശ്നം നോക്കുന്ന അമ്പുകൾ. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രശ്നം നോക്കുക. ബിൽ അസ്ലാം, അമ്പുകൾ ഉപയോഗിച്ചു. ഇസ്തിഖ്സാം എന്ന് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷ നടത്തി. ജലമിന്റെ ബഹുവചനമാണ് അസ്ലാം. ജലം ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല, അസ്ലാമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബഹുവചനം. പ്രശ്നം നോക്കുന്ന അമ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭാഗ്യപരീക്ഷ നടത്തുന്നത്. ഇസ്തിഖ്സാമും അസ്ലാമൊക്കെ അപൂർവമായി വന്നിരിക്കുന്ന, ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിരിക്കുന്ന പദങ്ങളാണ്. പിന്നെ ജാലിക്കും ഫിസ്ക്, ഇതെല്ലാം എന്താണ്? ഈ പറഞ്ഞതെല്ലാം അധർമ്മമാണ്. അപ്പൊ ഇവിടെ ഈ വിലക്കപ്പെട്ട കാര്യത്തിലേക്ക് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? ഫിസ്കുൻ എന്ന വാക്കാണ്. ഇതെല്ലാം ദൈവധിക്കാരങ്ങളാണ്, അധർമ്മമാണ്. ബാക്കി അതിൻ്റെ പൊതു എന്താ പറയാ, സ്വീകാര്യതയോ ഏത് രീതിയിൽ അതിൻ്റെ ഗുണമുണ്ടാകുന്നു ദോഷമുണ്ടാകുന്നു, ഇതെല്ലാം അള്ളാഹ് നമ്മൾ ഇട്ട് കൊടുക്കുക. അള്ളാഹ് പറഞ്ഞു ഇതെല്ലാം ഹറാമാണ്. ജീവനുണ്ടെങ്കിൽ അതിനെ അറുത്താൽ ഹലാലായി. അപ്പൊ അതെന്താണ്? അത് അതിന്റെ പരിധി നിശ്ചയിക്കുകയാണ്. ആ പരിധി വരെ എന്ത് ചെയ്യാം? നമുക്ക് അതിന് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞു ബാക്കി എല്ലാം എന്താണ്? ഇതെല്ലാം ഫിസ്ക, അതുകൊണ്ട് ഹുരിമത്ത് അലൈക്കും. പിന്നെ യഇസ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യഇസ, നിരാശനായി. അൽയൗമ യഇസല്ലദീന കഫറു, അൽയൗമ യഇസല്ലദീന കഫറു, ഇന്ന് സത്യനിഷേധികൾ നിരാശരായിരിക്കുക. മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിനെ കൊണ്ട്. എന്താ അർത്ഥം? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അത് തന്നെയാണ്. ഈ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഒരാളും അങ്ങോട്ട് പോവുകയില്ല. പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായി അങ്ങോട്ട് പോവില്ല. അങ്ങനെ ആരും അവരുടെ പഴയ ദീനിലേക്ക് മടങ്ങിപ്പോകും, പഴയ മതത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് ഒരാശയും അവർക്കില്ല. അല്ലയോ മയ്യീനൊക്കെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഖുർആൻ ആശുക്തങ്ങൾ അതിൽ. അപ്പൊ ഈ മുസ്ലിങ്ങളോട്, ഇന്നത്തെ മുസ്ലിങ്ങളോട് ശത്രുത ഉണ്ടാകാനുള്ള, കൂടുതൽ ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആശയപരമായി, താത്വികമായി, ഒരു ഫിലോസഫിക്കലി ഒരുത്തനും ഇസ്ലാം വിട്ടിട്ട് അതിലേക്ക് പോവുകയില്ല. ഫിലോസഫിയും മതവും ചിന്താഗതിയൊന്നും ഇല്ലാത്തവനാണെങ്കിൽ അവനെപ്പോഴും എന്ത് എമ്പാടത്തിലും ചെയ്യാതെ വേറെ കാര്യം. അങ്ങനെ ഒരു സംഗതി ഇതിൽ നിന്നും വിട്ടിട്ട് ഇതല്ല നല്ലത്, മറ്റതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും പോവില്ല. അങ്ങനെ നിരാശയായിരിക്കും. അധികം യഇസ അല്ലദീന കഫറൂ മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച്, നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ചെന്നാണ് ഉള്ളത് പരിഭാഷയിലുള്ളത്. അല്ലാതെ മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്ന്. നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് അവർക്ക് നിരാശരാണ്. ഫലാ തഖ്ശൗഹും, അവരെ പേടിക്കേണ്ട കാര്യമില്ല. വഖ്ശൗനി, എന്നെ പേടിക്കുക. ഞാൻ എന്താ പറഞ്ഞ അത് നിങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുക. അല്ല പറയാണ്, നിങ്ങളുടെ സൃഷ്ടാവും എന്താവും, പരിപാലകൻ രക്ഷിതാവും ഞാനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു അത് നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുക. അത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും എന്താണ്? നല്ലതായിരിക്കും. ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് നന്മയായിരിക്കും ഉണ്ടാവും. അതല്ലാത്തെല്ലാം ഫിസ്കാണെന്നൊക്കെ പറയും. ലാ തഖ്ശൗഹും, അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഖ്ശൗനി, എന്ന് പേടിക്കുക. അപ്പൊ ദീന് നിങ്ങൾ സമൂഹം എന്ന നിലയ്ക്ക് സുഭദ്രമാണെങ്കിൽ പോലും ആരെ പേടിക്കണം? അള്ളാഹെ പേടിക്കണം. അള്ളാഹെ പേടിച്ച് ജീവിക്കുക.
അഹങ്കാരങ്ങൾ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അൽയോ മാക്മൽ തുലക്കും ദീനക്കും. നേരത്തെ ഞാൻ പറഞ്ഞു ആ സന്ദർഭം. അൽയോ മാക്മൽ തുലക്കും ദീനക്കും. ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അക്മല, പൂർത്തീകരിച്ചു. അതമ്മ, തികച്ചു, പൂർത്തീകരിച്ചു. അതും രണ്ടും സമാനാർത്ഥം തന്നെയാണ്. അക്മൽ തുലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി. നിങ്ങളുടെ ദീൻ എന്ത് ചെയ്തിരിക്കുന്നു? പൂർത്തീകരിച്ചിരിക്കുന്നു. അത്മംതു അലൈക്കും നിഅമതി. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും. നിങ്ങൾക്ക് റളിയ തൃപ്തിപ്പെട്ടു. ലക്കും നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൽ ഇസ്ലാം, അൽ ഇസ്ലാം. റളിയതു ലക്കും ഇസ്ലാമൻ എന്നല്ല പറയും. അസ്ലമ യുസ്ലിമി ഇസ്ലാം എന്നൊന്ന് പഠിച്ചില്ലേ? കീഴ്വണക്കം, സർവവും സമർപ്പിക്കൽ. അപ്പൊ അങ്ങനെ ഒരു സമർപ്പണം മാത്രമല്ല, മറിച്ച് എന്താണ്? അൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇപ്പൊ ഖുർആനിൽ അൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെയുള്ളതും അതിന്റെ ഇംപ്ലിമെന്റേഷൻ സൈഡിലൂടെ, പ്രാക്ടിക്കൽ സൈഡിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21 വർഷം കൊണ്ട് കാണിച്ചു തന്നതും, അങ്ങനെ വിശാലമായ ഒരു സംവിധാനമായി അത് പൂർണ്ണമായി നിൽക്കുന്ന ഒരു ആശയപരമായും താത്വികമായും അതേപോലെ ധാർമ്മികമായും സാംസ്കാരികമായും സാമ്പത്തികമായും കുടുംബപരമായും വൈയക്തികവും കുടുംബപരവും സാമൂഹികവും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവുമായ എല്ലാ മേഖലയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഇവിടെ അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അൽ ഇസ്ലാമിനെ എന്ത് ചെയ്തിരിക്കുന്നു? ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന അദ്ദീന അൽ ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ഇന്ന അദ്ദീൻ, അവിടെ ദീനൻ എന്ന അല്ലില്ലാത്ത പദമല്ല പറയും. അദ്ദീൻ, അദ്ദീനാകുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും, അതാണ് ദീൻ എന്ന് പറയും. അതിനെ ഷഹാദത്തുൽ ഹഖ് എന്ന് പറയും, അതിന് അൽ ഇസ്ലാം എന്ന് പറയും. അതിന് പല പദങ്ങൾ കൊണ്ട് ഖുർആനിൽ വ്യത്യസ്ത രീതിയിലാണ് സമർപ്പിക്കുന്നത്. ഇതെല്ലാം അടങ്ങുന്ന അൽ ഇസ്ലാം, അദ്ദീന അൽ ഇസ്ലാം. ഇന്ന അദ്ദീന അൽ ഇസ്ലാം. തീർച്ചയായും അദ്ദീനിനെ അൽ ഇസ്ലാം ആകുന്നു. അദ്ദീനിനെയാണ് അതാണ് ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ദീനായിട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ അത് അൽ ഇസ്ലാം മാത്രമാണ് അള്ളാന്റെ അടുക്കൽ. അതിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടത്. നമ്മൾ ബക്കറ പഠിച്ചില്ലേ? നിർബന്ധിതനായി. അൽ ബക്കറ പഠിച്ചായിരുന്നോ? മറന്നുപോയോ? അപ്പൊ ആ വാക്ക് അത് തന്നെയാണ്, കുറച്ചുകൂടി വിശദീകരണത്തോട് വേറൊരു രീതിയിലാണ് ഇവിടെ പറയുന്നത് മാത്രമേ. ഫമനിൽത്തുറ, ഏതെങ്കിലും ഒരുത്തൻ നിർബന്ധിതനായി, ഈ മഹ്മസത്ത് കൊണ്ട്. ഇന്നലെയും മെനഞ്ഞാന്നും 4-ാം ദിവസം ഒരാഴ്ചയൊന്നും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, കഠിനമായ പട്ടിണിയുണ്ട്. അതാണ് മഹ്മസത്ത്. നമ്മൾ വിചാരിക്കും ഇന്നലെ മെനഞ്ഞാന്നൊന്നും കിട്ടാത്തത്. മാഷബി ആലു മുഹമ്മദ് യോമേനി മുത്തദാബിയാണ്. 2 ദിവസം ഒരുമിച്ച് നബിസ്വല്ലല്ലാഹു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ അത് ഒരു ദിവസം 2 ദിവസമൊക്കെ ഭക്ഷണം കിട്ടാതിരിക്കുക എന്നൊക്കെ അതൊക്കെ അവരുടെ പതിവിൽപ്പെട്ടതാണ്. കടുത്ത പട്ടിണി മുഖേന അല്ലെങ്കിൽ നിർബന്ധിതനായാൽ ഗൈറ മുത്തജാനിഫിൻ ലിസ്മി, നേരത്തെ പറഞ്ഞു ഗൈറ ബാഹിൻ വല ആദിൻ. ബഹായിബ് അവൻ ആഗ്രഹിക്കുന്നില്ല, അത് തിന്നണം, നിയമം ലംഘിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ അവന്റെ പശി അടക്കാൻ ആവശ്യമായതിൽ നിന്നും അവൻ പരിധി കടക്കുന്നുമില്ല. വൈറ ബാഹിൻ വല ആദിൻ, അതായത് പരിധിയാണ്. അതിന് വേറൊരു രീതിയിലാണ് പറയുന്നത് ഗൈറ മുത്തജാനിഫിൻ ലിസ്മി. തജാനഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ചായുക, ചെരിയുക. പാപത്തിലേക്ക് ചായുന്നവനായിട്ടല്ലാത്ത നിലയിൽ. പാപം തെറ്റ് ചെയ്യണമെന്ന മനല്ല അവന് മനസ്സിലുള്ളത്. മറിച്ചെന്താ, എത്ര നാളായി തിന്നിട്ട്, എന്താ ആഹാരം കഴിച്ചിട്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് ഒഴിഞ്ഞവർക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് എത്ര നാളായി, അതുകൊണ്ട് തിന്നു പോകുന്ന അവസ്ഥയിൽ അവന് തിന്നാം. ഈ മഹ്മസത്തിൻ
ഗൈറ മുതജാനിഫിൻ ലിസ്മിൻ, പാപത്തിലേക്ക് ചെരിയാത്തവനായ നിലയിൽ. മുതജാനിഫ് ചെരിയും, ചായുന്നത്, ലിസ്മിൻ പാപത്തിലേക്ക്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അങ്ങനെയാണെങ്കിൽ അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. ഓക്കെ, എനി ഡൗട്ട്? ഈ ദക്ക എന്നുള്ള പദം അറുത്തു എന്നുള്ള അതാണ് പറഞ്ഞില്ലേ, അപ്പൊ ദക്ക സംസ്കരിച്ചു എന്നുള്ളത് അപ്പൊ ഇതല്ലേ? ജായാണ്, ജായാണ്, സക്കാത്ത്, ആ ആ ആ. ദക്ക, തസ്കിയത്ത്. ഉറുദുക്കാർ പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ശരിയായിട്ട് ഉച്ചരിക്കുന്നവരുണ്ട് കേട്ടോ. ശരിയായ രീതിയിൽ അറബി പഠിച്ചവരാണ് ശരിയായിട്ട്. അല്ലാത്തൊരു ഷായും ഷായും ഒക്കെ ഒരേപോലെ. വേറെ ഈ വാക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. യുദക്കി എന്നാ പറഞ്ഞത് സാറ്? ആ, സബ്ബഹ യുസബ്ബിഹു. ആ, ജക്ക എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അവസാനം ഒരു യാ ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തായി? ജ ഒരക്ഷരം, രണ്ട് മൂന്നക്ഷരമായി, പിന്നെ അവസാനത്തെ സബ്ബഹയുടെ മധ്യത്തിൽ ശബ്ദം ഒന്നാണ് ജക്ക. അപ്പൊ ജക്ക വരും, പിന്നെ യുസക്കി എന്ന് വരും, യുസബ്ബിഹു. അപ്പോ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വായിക്കണം. പരസ്പര ബന്ധങ്ങൾ, വ്യാകരണങ്ങളൊന്നും മനസ്സിലാകാതെ പോരുത്. വ്യാകരണങ്ങളൊക്കെ മനസ്സിലാക്കി വേണം വായിച്ചു പോകാൻ. അല്ലാഹു നമുക്ക് ഹിക്മത്ത് നൽകട്ടെ. ഏതൊരാൾക്ക് ഹിക്മത്ത് നൽകപ്പെടുന്നുവോ അവന് കൂടുതൽ ഹൈർ ലഭിച്ചു. നമ്മളെന്താണ്? ഹുബ്ബുൽ ഖൈരി ശദീദ്, ആ ഹൈറല്ല, മതത്തോടുള്ള പ്രതിബദ്ധതയിലാണ് നമ്മൾ കാഠിന്യമുള്ളത്. അതിനേക്കാളും ഹൈറാണ് ഹിക്മത്ത് എന്നത്. അതില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ തന്നെ പറ്റില്ല. പക്ഷെ നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ജീവിച്ചു പോകാൻ പറ്റിയ ഹിക്മത്ത് മുതൽ ഉള്ളതോടെ. പിന്നെ നമ്മൾ അങ്ങോട്ട് എത്രത്തോളം ഹിക്മത്ത് ലഭിക്കുന്നു അതനുസരിച്ച് നമ്മൾ പല മേഖലയിലും നമുക്ക് ശ്രദ്ധ ചെലുത്താനും നിലപാടെടുക്കാനും കഴിയും. അതേപോലെ ഖുർആൻ മനസ്സിലാക്കുന്നതിലും നമുക്ക് അനിവാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഈ ലോകത്തുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണം. എല്ലാവിധ വ്യക്തിപരമായ അസുഖങ്ങൾക്കും ശാരീരികമായ അസുഖങ്ങൾക്കും മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കും മനസ്സിനെ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം നൽകണമേ. അതേപോലെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള സാമൂഹികമായ പ്രത്യാഘാതങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തണമേ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരിസരങ്ങളിൽ നിന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളും വേറെയുണ്ട്, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഈ നാട്ടിലും നാട്ടിന് പുറത്തും മറ്റെല്ലാ ദേശങ്ങളിലും എവിടെയൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു അവിടെയെല്ലാം എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء. السلام عليكم ورحمة الله وبركاته. എല്ലാവരും അവസാനം വരെയും സജീവമായി ക്ലാസ്സിൽ പങ്കെടുക്കണം, ക്ലാസ്സുകൾ കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം, വാക്കർത്ഥങ്ങളൊക്കെ നന്നായി പഠിക്കണം. ശരി,